ഇപ്പം നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ താങ്കൾക്ക് നമ്മുടെ ഇവിടെ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും കാര്യങ്ങളിലൂടെ കാണാൻ സാധിച്ചു? അല്ല, നമ്മുടെ എല്ലാ ഇന്ത്യക്ക് വെളിയിൽ ഇപ്പം ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമേ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വിദ്യാഭ്യാസമുള്ളൂ. അമേരിക്കയിൽ ഞാൻ പോയി താമസിച്ച സമയത്ത് അവിടെ സാറ്റ് എക്സാമിനേഷനാണ് +2 കഴിഞ്ഞാൽ ഗ്രാജുവേഷന് എൻട്രൻസിന് വേണ്ടത്. അപ്പോൾ സാറ്റ് ഡോക്ടർ TPS എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഇരുന്ന് കുട്ടികൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവരെ അമേരിക്കയിൽ പോയിട്ട് സാറ്റ് എക്സാമിനേഷന് അവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാണ്, അവിടെ ഫിസിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഡീപ്പ് നോളജാണ്. വേണമെങ്കിൽ, അങ്ങനെ അല്ലാതെയും പാസ്സാകും. വേണമെങ്കിൽ കാരണം പാസ്സാവാൻ ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് എൻട്രൻസ് എക്സാമിനേഷനും ഏത് BTech എക്സാമും MBBSഉം ഒക്കെ പഠിക്കാൻ ഒരു വൈകുന്നേരത്തെ പഠനം കൊണ്ട് തീർക്കാവുന്നത് മാത്രമേ. കാരണം പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ റിപ്പീറ്റ് ചെയ്യാൻ എല്ലായിടത്തും ചെയ്യുന്നത്. ഇപ്പം കൊച്ചിയിലുള്ളൊരു കോളേജിൽ MPhil പഠിപ്പിക്കാൻ ഒരു സബ്ജക്റ്റ് ഞാൻ പഠിപ്പിച്ചത് 2 ദിവസം കൊണ്ട് MPhil പേപ്പർ തീർത്താണ്. അത് വളരെ എളുപ്പമാണ്. കാരണം അത്രയേ ഉള്ളൂ നമ്മുടെ സിലബസ്. ഇതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകാം. ഈ പഠനം എന്ന് പറയുന്നത് നമ്മുടെ താല്പര്യത്തോടു കൂടി പഠിക്കുന്ന ഒരവസ്ഥയല്ല ഇന്ത്യയിൽ. അവിടെ അമ്മയും അച്ഛനും അല്ല ബോധേഡ് മക്കൾ പഠിക്കാൻ, സ്വന്തം ഒരു ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ്. 12ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജോലി ചെയ്ത് അവനവൻ്റെ ഫുഡിനുള്ള മാർഗം കണ്ടെത്തി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിക്കണമെന്നാണ്. അതല്ലാതെ നിർബന്ധപൂർവ്വം ഗ്രാജുവേഷൻ ആകണം, പോസ്റ്റ് ഗ്രാജുവേഷൻ ആകണം, അതൊരു നിയമമില്ല. ഇവിടെ അങ്ങനെയല്ല. ജോലി ചെയ്തുകൊണ്ടാണോ പഠിക്കുന്നത്? എല്ലാവരും ജോലി. പിന്നെ ഒരു തമാശ കഥ പറയാറുണ്ട്. ഒരു ഡോക്ടറുടെ വീട്ടിൽ പ്ലംബർ വന്നിട്ട് പ്ലംബിങ്ങിന്റെ ഒരു അരമണിക്കൂർ പണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം നല്ല $1 ചാർജ് ചെയ്തു, അല്ലെങ്കിൽ പൗണ്ട്സ് ചാർജ് ചെയ്തു വിചാരിക്കാം. അവിടെയൊക്കെ പൗണ്ട്സ് ആണ്, ഇപ്പോൾ മാരലിന്റെ പൗണ്ടാണ്. ചാർജ് ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ 1 മണിക്കൂർ സർജറി ചെയ്താൽ എനിക്ക് ഇത്ര കിട്ടില്ലല്ലോ. അപ്പൊ പ്ലംബർ പറയാണ്, അതുകൊണ്ടാണ് ഞാൻ ആ പണി നിർത്തിയിട്ട് ഈ പണിക്ക് വന്നത്. നിങ്ങൾ ഒറിജിനലി ഡോക്ടറാണ്, ഇപ്പൊ പണി ചെയ്യുന്ന പ്ലംബറുടെ പണി സംഭവിച്ച കാര്യം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ഒന്നിൽ ക്വാളിഫൈഡ് ആയാൽ അതേ ചെയ്യുള്ളൂ എന്നുള്ളൊരു ബോധം അങ്ങനെയില്ല. ഇപ്പൊ എനിക്കറിയുന്ന ഒരാളുണ്ട്, സോഷ്യൽ സയൻസിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ PhD ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ കുറെ ആക്ടിവിസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ പെട്ട് സമരത്തിലൊക്കെ പെട്ടിട്ടുണ്ട്. അയാളുടെ വൈഫ് നേഴ്സായിരുന്നു. ഇപ്പൊ അയർലൻഡിൽ അയാൾ സെക്യൂരിറ്റിയുടെ പണിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അതുപോലെ അറിയുന്ന ഹോമിയോപ്പതി ഡോക്ടറാണ്, ഗുജറാത്തിലാണ്, അഹമ്മദാബാദ്. എൻ്റെ സുഹൃത്താണ്. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, ഞാൻ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഇത് പാരലി അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ നടത്തുന്നുണ്ട്, അത് വേറെ കാര്യം. അതുപോലെ ഹോമിയോപ്പതി കഴിഞ്ഞ് ഡോക്ടറായി ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ആള് ഇവിടുന്ന് കാനഡയിൽ പോയ സമയത്ത് അവർക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ യോഗ്യതാ ടെസ്റ്റ് തോറ്റ സമയത്ത് വാച്ച്മാൻ്റെ പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ധാരണ ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിലാണ്, അല്ല. ഡിഗ്നിറ്റി നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയിലും ഉണ്ട്. അത് നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും സാമാന്യം സാലറിയും അവിടെ കിട്ടുന്നുണ്ടാവില്ലേ? എല്ലായിടത്തും സാലറി കിട്ടും. ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഒരു പ്രഭാഷണവും അല്ലെങ്കിൽ ക്ലാസ്സുകളുമായിട്ട് കൊച്ചിയിൽ പോയാൽ എനിക്ക് കിട്ടുന്ന പൈസയെക്കാളും കിട്ടും അവിടുത്തെ ഒരു ടാക്സി ഡ്രൈവർക്ക് കൊച്ചിയിൽ പോയി. കാരണം ഒന്നും പൈസ തരാണ്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ കാശാണോ നിങ്ങളുടെ ലക്ഷ്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. ജോലി ചെയ്യാൻ തയ്യാറാവുമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയെ പോലെ നല്ല സ്ഥലം. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇത് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്ന സംഭവം ഉൾപ്പെടുത്തുന്നില്ല, എന്നത് വലിയൊരു പ്രശ്നമാണ്. ഇനി ഒരു ചോദ്യം, ഇപ്പൊ ഈ AI റോബോട്ടിക്കിന്റെ ഈ ഒരു കാലഘട്ടത്തില് അവരുടെ ആ ഒരു സിലബസ് കരിക്കുലത്തിലൊക്കെ അവർ കാര്യമായ മാറ്റങ്ങൾ, അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ടോ? നമ്മുടെ ടെക്നിക്കൽ നോളജ് ഏത് വന്നാലും 4ാം ക്ലാസ് മുതൽ തുടങ്ങുന്നത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം TCSൽ വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ ഓഫീസർ, അദ്ദേഹം ഇപ്പൊ ചെന്നൈയിലേക്ക് മാറി താമസിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നൈ പോയ സമയത്ത് അവരുടെ വീട്ടിൽ പോയി. കാരണം അമേരിക്കയിലുള്ള സമയത്ത് എന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ TCSന് ക്ലാസ് എടുത്തത് ഇദ്ദേഹത്തിന്റെ ഒരു കെയർ ഓഫിലാണ്. അവരുടെ മക്കളും എനിക്ക് നന്നായിട്ട് അറിയാം. അതിലൊരു കുട്ടി അന്ന് 3ാം ക്ലാസ്സും 2ാം ക്ലാസ്സും ഒക്കെ ആയിരുന്നു. ഇപ്പൊ അവര് ഒന്ന് 1ാം ക്ലാസ്സും 3ാം ക്ലാസ്സും ആയിരുന്നു. ഇപ്പൊ അവര് 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ആണ്. അപ്പോൾ മൂത്ത കുട്ടി 10ാം ക്ലാസ്സിലാണ് ചെന്നൈയിൽ വന്ന് ചേർന്നത്. രണ്ടാമത്തെ കുട്ടി 8ാം ക്ലാസ്സിലാണ്. അപ്പോൾ രണ്ടാമത്തെ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവര് പൈത്തൺ പഠിക്കുന്നുണ്ട്, AI പഠിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ ആ സിലബസില്ല. കാരണം നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് 8ാം ക്ലാസ് മുതലേ തുടങ്ങി അതിനേക്കാളും ഹയർ ആണ് 10ാം ക്ലാസ്സിൽ. ഈ 2 കുട്ടികളും അമേരിക്കയിൽ നിന്ന് ഇതൊന്നും പഠിച്ചിട്ടില്ല. ശരിക്കും ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ ധാരണ, നമ്മൾ എന്ത് മോഡേൺ കണ്ടാലും ഒട്ടനെ അതിനെ പിടിച്ച് സിലബസിലാക്കി ഇതൊന്നും പഠിക്കാത്ത ടീച്ചർമാരാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, AI പഠിപ്പിക്കുന്ന ടീച്ചർമാർ എവിടെയെങ്കിലും AI പഠിച്ചിട്ടുണ്ടോ? ഇപ്പം റീസെന്റ് ഇപ്പം 2022
ഈ ChatGPT ഇല്ലാത്തൊരു പ്രശ്നമായിക്കോട്ടെ. അത് ഈ പൊടി ഉണ്ടാവുമല്ലോ നമ്മുടെ ഫ്രെയിമിൽ തന്നെ അല്ലേ അതാണ് ശ്രദ്ധിച്ചാൽ മതി. കറക്റ്റാണ്. 2022 നവംബറിൽ മുതൽ നമ്മൾ വളരെ ഫേമസ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള ChatGPT പോലെയുള്ള AI agents. അതെ അവിടുന്ന് വന്നുകൊണ്ട് ശരിയായില്ല. ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 2022 വന്നിട്ടുള്ള AI 2023 24 വന്നിട്ടുള്ള AI ഇപ്പൊ സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമില്ല. അല്ല ഞാൻ പറഞ്ഞ 2022 ഒക്ടോബർ ഐ തിങ്ക് ഒക്ടോബർ നവംബർ. 30 നവംബർ ബിഗിനിങ്ങിലാണ് ChatGPT ആദ്യമായിട്ട് അവരുടെ 3.2 ഐ തിങ്ക് വേർഷൻ ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷമാണ് സാധാരണക്കാർക്ക് AI ഉപയോഗിക്കാൻ ലഭിക്കുന്നത്. അപ്പം ആ ഒരു അറിവ് എസ്പെഷ്യലി ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെ അതിൻ്റെ ആ ഒരു നോളജ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ബിടെക്കുകൾ ഞാനിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കഴിഞ്ഞൊരു 6 മാസം നമ്മുടെ അവിടെ AI, AML, മിഷൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് ഇതിലൊക്കെ ബിടെക് വേണം. ഓക്കെ, ഈ കുട്ടികൾ പഠിക്കുന്ന അതേ സിലബസ് തന്നെയായിരിക്കും മിക്കവാറും സ്കൂൾ ലെവലിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ. എവിടെ? ഇന്ത്യയിൽ. പുറത്തില്ല. പുറത്ത് വളരെ ബേസിക് ആയിട്ടുള്ള നോളജ് കിട്ടുന്ന ആൾക്ക് ഇതൊക്കെ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ആ ബേസിക് നോളജ് കോൺക്രിറ്റൈസ് ചെയ്യുന്നതിന് പകരം ഇത്രയും നമ്പർ ഓഫ് സ്പെഷ്യലൈസേഷൻസ് ഒരു ബ്രാഞ്ചാക്കി മാറ്റുമ്പോഴാണ് നമ്മുടെ കുഴപ്പം. അമേരിക്കയിലും പഠിക്കാം, പക്ഷെ ഓപ്ഷനിലാണ്. ഇപ്പം ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിൻ്റെ കൂടെ എനിക്ക് മ്യൂസിക്കും പഠിക്കാം, അതിൻ്റെ കൂടെ എയും പഠിക്കാം, അതിൻ്റെ കൂടെ സൈക്കോളജിയും പഠിക്കാം. എനിക്ക് എന്തൊക്കെയാണോ എടുക്കാൻ ഈ ക്രെഡിറ്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഡിഗ്രി ആയിട്ട് മാറ്റുക ചെയ്യാം. അപ്പോൾ ആ അറിയുന്ന എക്സ്പേർട്ടുകളാണ് നമ്മുടെ ക്ലാസ് എടുക്കുക. ഇവിടെ ഇതൊരു സ്ട്രീമാണ്. ഈ നമ്മുടെ വാഴയിലയിൽ സദ്യ കൊടുക്കുന്ന പോലെ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ വിളമ്പ് തിന്നോളാം. അമേരിക്കയിൽ നോളജ് എന്ന് പറയുന്നത് ബഫയാണ്. എനിക്ക് ആവശ്യമുള്ള എടുത്ത് പോയിട്ട് ആവശ്യമുള്ള എടുത്തിട്ട് എനിക്ക് വയറ് നിറച്ചാൽ മതി. അപ്പോൾ എത്രയാ വേസ്റ്റ് ആവുക? ഇലയിൽ വിളമ്പി കൊടുക്കുന്ന സമയത്ത് എത്ര വേസ്റ്റ് ആവുമെന്ന് ആലോചിച്ചു. അങ്ങനെ വേണ്ടാന്ന് പറയാൻ ഒരു നിർവാഹമില്ല, ഇട്ടിട്ട് അങ്ങോട്ട് പോവാണല്ലോ. അതുപോലെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതുകൊണ്ട് AI പഠിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടാന്ന് പറയാം. ഒന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ പഠിച്ച് അറിവുള്ളവരെ പഠിപ്പിക്കണം. അതാണ് പോയിന്റ്. അറിവുള്ളവർ പഠിപ്പിക്കണം. പഠിച്ച അറിവുള്ളവർ വളരെ കുറവാണ്. ഇപ്പം എൻ്റെ സബ്ജക്റ്റ് ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ഇമേജ് പ്രോസസ്സിംഗ് ആണ്. ഇമേജ് പ്രോസസ്സിംഗ് PhD എടുത്ത് പ്രൊഫസറാവാൻ വരുന്നവരോട് ബേസിക് നോളജ് ഇല്ലാത്തവരാണെന്ന് നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അവരെ പ്രൊഫസർ ആക്കും, കാരണം എന്ന് വെച്ചാൽ വേറെ ആരും കിട്ടാത്തതുകൊണ്ട്. അപ്പൊ ബേസിക് നോളജ് ഇല്ലാത്തവര് ഇതിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ കെട്ടി പൊക്കി വെക്കുമ്പോൾ ക്ലാസ് ഡെലിവറി ഒക്കെ പറ്റും. പക്ഷെ നല്ല ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ ക്ലാസ് ആവില്ല. ഇനി ഒരു ചോദ്യം, അതും അയർലൻഡോ അല്ലെങ്കിൽ മറ്റു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട. പൊതുവെ നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ന്യൂനതകളെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇവിടെ ഉള്ളതും അവിടെ ഇല്ലാത്തതുമായ പ്രത്യേകത. ഇവിടെ മനുഷ്യപ്പറ്റുണ്ട്. യെസ്, ഐ തിങ്ക് there is a student and ഇവിടെ teacher സോഷ്യൽ ബോണ്ടേജ് ഉണ്ട്. സോഷ്യൽ ബോണ്ടേജ് അവിടെ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അമേരിക്കയിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിരിക്കും, ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്തു, അവരുടനെ പറയാം 4 ദിവസം സോഷ്യൽ സർവീസ്. അത് പണിഷ്മെന്റ് ആണ്. പക്ഷെ അതിനെ സോഷ്യൽ സർവീസ് ആക്കി മാറ്റി. സോഷ്യൽ സർവീസ് ആണ് പണിഷ്മെന്റ്. ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്യാം, ആ കമ്പനിയിൽ ഇത്ര മണിക്കൂർ ഇത്ര ആൾക്കാർ മിനിമം സോഷ്യൽ സർവീസ് ചെയ്യണമെന്ന് ഗവൺമെന്റ് റൂളാണ്. ടാക്സ് കൊടുത്താൽ പോരാ. അപ്പൊ എല്ലാ എംപ്ലോയേഴ്സും ഇന്ന് പാർക്ക് ക്ലീൻ ചെയ്യാണ്, ഇന്ന് ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യാണ്. അവരൊക്കെ എഞ്ചിനീയേഴ്സാണ്, അവരൊക്കെ ആ പണിക്ക് പോകണം. അപ്പോൾ അവിടെ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് പണിഷ്മെന്റോ ജോബിന്റെ ഭാഗമോ ആണ്. ഇവിടെ NGOs ആണ്. ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ സൊസൈറ്റിയെ ഞാൻ ക്ലീൻ ചെയ്യുന്നത്. സേവനവാരം എന്ന് പറയുന്ന ഒക്ടോബർ 2-ാം തീയതി പണ്ട് എല്ലാ കുട്ടികളെ കൊണ്ടും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ടീച്ചേഴ്സിന്റെ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെ, ഒരു സാറ് പറഞ്ഞ ആ ഭാഗമായിട്ട് ഹ്യൂമൻ അത് വളരെ കുറവാണ്. പിന്നെ ഭയം, സൊസൈറ്റിയെ ഭയമാണ് അവിടെ. അത് അമേരിക്കയിലാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആരും ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് എന്നാണ്. അങ്ങനെയാണ്. എന്താണ് അതിന്റെ കാരണം? അതിന് കാരണം എന്ന് വെച്ചാൽ പോപ്പുലേഷൻ കുറവാണ്, ഡിസീസസ് സ്പ്രെഡ് ചെയ്യാൻ മനുഷ്യന്മാരുടെ ഇടപെടലാണ് കാരണം. റിലേഷൻഷിപ്പ് പെട്ടെന്നുണ്ടാവും, അതുകൊണ്ട് തന്നെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അധികം സോഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ മക്കൾ അവരുടെ കൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ ആ ഭയം എല്ലാവർക്കും. പിന്നെ
നല്ല പോലെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ കുറേ ആൾക്കാർക്ക് കാശുണ്ടാക്കാനുള്ള മാർഗം ചിലപ്പോൾ മോഷണം തന്നെയാണ്. അവിടെ എല്ലായിടത്തും ലണ്ടനിലും ബ്രിട്ടനിലൊക്കെ നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ടപ്പ് നമ്മൾ അടിച്ചു. അത്രയും നമ്മുടെ കൊച്ചി സിറ്റിയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഉണ്ടാവില്ല. ഓക്കെ.